പാസ്സായിക്കോട്ടെ, സൂപ്പർ ചപ്പാത്തിയാ. എടാ പെട്ടെന്ന് ബാക്കി ഏടാ, എന്തുവാടാ? ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേണം. ബാക്കി ചെയ്ത് കൊടുത്തോ. കൈ കിട്ടി രണ്ടൊന്നും സാറേ. ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. വാരി തിന്നാക്കല്ലേ. എത്ര രൂപയായി? അയ്യോ സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അത് വേണ്ട. പള്ളി വേറെ പള്ളിക്കൂടം വേറെ. എല്ലാ പോലീസുകാരും പോലെ എല്ലാം കാണല്. ഞാൻ പൈസ തന്നിട്ടേ പോകുള്ളൂ. ആണോ? എത്ര രൂപ? അപ്പൊ സാറ് ഇപ്പം ഒരു 115 രൂപ സാറേ. 115 രൂപ? ദോശക്ക് എത്ര രൂപ? ദോശക്ക് 5 രൂപ പറഞ്ഞു. 3 കൊടുത്തായിരുന്നു. പൊറോട്ടയ്ക്കും ചിക്കനും ചപ്പാത്തിക്കും ചിക്കനും? ചപ്പാത്തി 60 രൂപ, ചിക്കൻ 40 രൂപ. 100 രൂപ. അതെന്താ വില? എവിടുത്തെ വിലയാണ്? സാറേ അത് ഇവിടുത്തെ വിലയല്ല സാറേ. 100 രൂപ. എന്താ വില അത്? സാറേ അതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വിലയാണല്ലോ. എന്തുവാ സാർ ഇങ്ങനെ കാര്യം അറിയാമോ? പൂജപ്പുര സെൻട്രൽ ജയിലുണ്ടല്ലോ, നമ്മൾ തടവുകാരെ കൊണ്ട് ചിക്കൻ ചപ്പാത്തി ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. 10-30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലുള്ള ചപ്പാത്തി ചിക്കൻ തന്നെയല്ലേ നീ ഇവിടെ കച്ചവടം ചെയ്തു? സാറേ അതുപോലുള്ള ചപ്പാത്തി അല്ല, ആ ചപ്പാത്തിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. സാറിന് അറിയാമോ, ഞാനിവിടുന്ന് വണ്ടിക്കൂലി പണിക്ക് അവിടെ പോയ ചപ്പാത്തി മുഴുവൻ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ഞാനിവിടെ കച്ചവടം ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒക്കെ ലാഭം വേണ്ട സാറേ. അങ്ങനെ വരട്ടെ. അപ്പൊ ഞങ്ങൾ അവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി 10-30 രൂപയ്ക്ക് ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ നീ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അന്യായമായ വിലക്ക് കൊടുക്കുന്നു. അല്ലേടാ? നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാവോ? ഇല്ല. ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവോ? ഇല്ല. ഒന്നും അറിയത്തില്ല. ഇല്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഇതൊക്കെ പഠിപ്പിക്കാൻ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എവിടാ സാറേ? പൂജപ്പുര സെൻട്രൽ ജയിൽ. ഇങ്ങോട്ട് സാറേ, ആ തോർത്തഴിച്ച ആദ്യമേ ഇങ്ങോട്ട് കെട്ട്. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes ഫൺ സ്റ്റാർ. ടീം സല്ലാപത്തിന്റെ ആനുകാലികം സ്കിറ്റാണ് നമ്മൾ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? അടിപൊളിയായിരുന്നു. എത്ര മാർക്ക് കിട്ടുമായിരിക്കും? അതറിയില്ല, അത് ഇവിടെ തീരുമാനിക്കാനായിട്ട് ചാനൽ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടാവും. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഉണ്ട്. അപ്പൊ അഭിപ്രായങ്ങളെയും തുടങ്ങാം, എന്നിട്ട് ലാസ്റ്റ് മാർക്കിൽ എത്താം നമുക്ക്. സന്തോഷം. നാഷിക എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തില് നന്നായിരുന്നു. കുഴപ്പമില്ല. ക്ലാഷ് ഉണ്ടായിരുന്നോ? ക്ലാഷ് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേ ആനുകാലികം എന്ന് പറഞ്ഞിട്ട് അത് മാറ്റർ മാത്രം എവിടെയൊക്കെ ഇങ്ങനെ കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നമ്മളൊരു മാല കോർക്കുമ്പോൾ മാല കുറേ മുത്തുകൾ, ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുത്തുകളും അല്ലാത്ത മുത്തുകളും അതിൻ്റെ ഇടയിൽ ഡയമണ്ട്സ് ഉണ്ടാകുക എന്താ, അതിങ്ങനെ കോർത്തിണക്കുമ്പോൾ ആ മാലയ്ക്കൊരു ഭംഗി വേണമെങ്കിൽ ആ കോർത്തിണക്കുന്നതിന് എല്ലാം അതിനൊരു കൃത്യത വേണം. അതില്ലാതെ നമ്മൾ ചെയ്തിട്ട് അതിന് കാര്യം ഉണ്ടാവില്ല. അങ്ങനൊരു സംഭവം സംഭവിച്ചു. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. പ്രസാദ് ഏട്ടാ, ഈ ആനുകാലികതയിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. 60-75% ഹ്യൂമർ വേണം. പിന്നെ ഹ്യൂമർ അല്ലാത്ത ഭാഗങ്ങളുണ്ട്. ഹ്യൂമർ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല പവർഫുള്ളായിട്ട് പറയാൻ പറ്റണം. എവിടെയെങ്കിലും ഇത് 2 ഭാഗത്തും നിങ്ങൾ ഭയങ്കര ലൈഫായിപ്പോയി. കാരണം ഇതിനകത്തിപ്പോൾ ഒരു പാമ്പിൻ്റെ മുട്ടയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഏത് കാര്യത്തിലും രാജിവെക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇവിടെ എന്തിനാണ് ഈ ബോർഡ് വെച്ചേക്കണത് എന്ന് പറയുമ്പോൾ, മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ഇവിടെ ബോർഡ് വെച്ചാൽ ജനം കൊണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപിക്കില്ല. അതാണ് ഇവിടുത്തെ ട്രെൻഡ് എന്ന് പറയുന്നതിനൊക്കെ ഒരിത്. അത് ലൈഫല്ല, സ്റ്റേജ് പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ സമരം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്താലും സമരത്തിന് എവിടെ എതിർത്താലും അവർക്കൊക്കെ കാശ് കൊടുക്കുന്ന ഒരു സാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ സാറ് അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ പവറാക്കായിരുന്നു. അങ്ങനെ ഈ പവർഫുള്ളായിട്ട് കോമഡി അല്ലാത്ത ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലും നിങ്ങൾ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ആ നന്നായിട്ടുള്ള ലൈഫ് പെർഫോമൻസ് അല്ല വേണ്ടത്. ഓക്കെ, താങ്ക് യു. ബിജു ചേട്ടാ, ആനുകാലികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാമ്പിൻ്റെ മുട്ട നമ്മൾ പത്രത്തിൽ വായിച്ചാണ്. മറ്റേ കോഴിമുട്ട പൊട്ടിച്ചപ്പോൾ പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടത്. അതൊക്കെ നല്ല സംഭവം. അതിനകത്ത് കൊണ്ട് ഈ സ്മിത വന്ന സംഭവങ്ങൾ നല്ലതാണ്. കാരണം ഇപ്പോൾ ജാഥക്ക് പോയാലും ഏത് പാർട്ടി എന്നില്ല. പണ്ടൊക്കെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി തന്നെ ഉറച്ചിരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ പാർട്ടിയൊന്നുമില്ല. ഏത് പാർട്ടിയുടെ സമരമായാലും 500 രൂപയും അതുപോലെ തന്നെ എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടച്ച് ഫോൺ ഇട്ട് അങ്ങനെ പോകണതാണ്. അതൊക്കെ നല്ല സംഭവങ്ങളാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ട്രെൻഡായി മാറിയേക്കാണ്. ഇപ്പോൾ ഇപ്പോൾ കോളേജ് ക്യാമ്പസിലും അതുപോലെ സ്കൂളിലൊക്കെ ടീച്ചർമാരെ അടിച്ചാൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം, അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. നാഷിക 21. 21. പ്രസാദ് ഏട്ടാ, ഞാൻ 1 മാർക്ക് കൂടെ കൂട്ടി 22. 22. ബിജു ചേട്ടാ
ലാഗ് വേണ്ട. 22 22. ടോട്ടൽ 65 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10ൽ 6 മാർക്ക്. ടോട്ടൽ 71 on 100. നിങ്ങളൊക്കെ നല്ല സ്പീഡിൽ നല്ല ചുറുചുറുക്കോട് കൂടി നിൽക്കുന്ന ആൾക്കാരല്ലേ? അപ്പോൾ ആ സ്പീഡ് ആ സ്കിറ്റിലും കൂടിയൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ മിസ്റ്റേക്ക് എല്ലാം മാറ്റി നല്ലൊരു സ്കിറ്റുമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. ചുങ്ക ജ്വല്ലറി 5 minutes fun star. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. വ്യത്യസ്തമായ ഒരു യാത്രയുമായി എത്തുന്നു യാത്രാ റൗണ്ടിൽ ടീം പൂരം. ആഗ്രഹം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. ചൊവ്വാഗ്രഹത്തിൽ കാലുകുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാജ സയന്റിസ്റ്റിന്റെ പരീക്ഷണശാലയിലെ രസക്കാഴ്ചകളുമായി ടീം പൂരം. പല്ലക്കിൽ കേറാമോ രാജകുമാരി, അടി മുല്ലപ്പൂ ചൂടാമോ മുത്തലങ്കാരി. പല്ലക്കിൽ കേറാം ഞാൻ രാജകുമാര, മുല്ലപ്പൂ തൽക്കാലം കെട്ടിവരില്ല. കുട്ടിക്കുരങ്ങാ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് മധുരയ്ക്ക് പോകണമെന്ന് എന്റെ ആഗ്രഹം. അതെന്താ മോളു? ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു മധുര സ്വപ്നമുണ്ടെന്ന്? മോളു, ഞാൻ നമ്മുടെ കാര്യം എന്റെ ചേട്ടന്മാരെ അറിയിക്കട്ടെ. എന്നാ ചേട്ടന് വികലാംഗ പെൻഷൻ ഉറപ്പാ. അപ്പോ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ടിൻറ്റുമോൻ കോമഡി വായിക്കാറുണ്ടല്ലേ? നമ്മുടെ പ്രൊഫസർ ഇത് എവിടെ പോയി കിടക്കും? ഈ പേടകം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് 4 വർഷമായി. ഇന്ന് 11 മണിക്ക് ഇതിൽ കയറി ബഹിരാകാശത്തോട്ട് പോകാനിരിക്കുമല്ലയോ പ്രൊഫസർ. മനുഷ്യൻ ഇതുവരെ കാലുകുത്താത്ത ഏതോ ഗ്രഹത്തിൽ ആദ്യം കാലുകുത്താനുള്ള ശ്രമമാ. ആശ്രമം നടക്കൂ? ആശ്രമം നടക്കില്ല, ആശ്രമത്തിലെ സ്വാമിമാർ നടക്കും. ആദ്യമായി ബഹിരാകാശത്ത് പോയത് ആരാ ചേട്ടാ? അയ്യോ, അതറിയത്തില്ലയോ? ആദ്യം ഒരു പട്ടിയാ ബഹിരാകാശത്ത് പോയത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും ആഴ്ചയിൽ ഒരു പേടകം വീതം വിടാമെങ്കിൽ ഇവിടത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം കുറഞ്ഞേനെ. പ്രൊഫസറോട് ഞാൻ പറഞ്ഞതാ ഈ പേടകത്തെ ഞാൻ കയറി പോകാമെന്ന്. അങ്ങനെ സമ്മതിക്കേണ്ടേ? ചേട്ടൻ വിഷമിക്കണ്ട, എല്ലാ പട്ടികൾക്കും ഒരു ദിവസം വരും. ആ ദിവസം വല്ല പട്ടിപിടുത്തക്കാരും വന്ന് പിടിച്ചോണ്ട് പോകാതിരുന്നാ മതി. അവസാനം ഞാനത് നേടിയിരിക്കുന്നു. You wanna feel my kiss, boy, you can't touch this. Robotic, hypnotic, hypnotic, supersonic, superstar, come get it. Superstar, come get it. ആഹാ, പ്രൊഫസർ ഏതോ പുതിയ മരുന്ന് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഇത് എന്തിനുള്ള മരുന്നാ? ഇത് ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന്. ആണോ? എന്തായി മരുന്നിന്റെ പേര്? ഉപ്പുനീര്. ഉപ്പുനീരും? ആ, ഉച്ചക്കത്തേക്കുള്ള സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടാ പെണ്ണുമ്പിള്ള അമ്പലത്തിൽ പോയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഉപ്പിട്ട് ഇളക്കി വെച്ചേക്കണമെന്നാ അവള് പറഞ്ഞേക്കുന്നത്. ഇല്ലെങ്കിൽ അവൾ എന്റെ ജീവൻ എടുക്കുമെന്ന്. അവളിൽ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള മരുന്നല്ലയോ ഈ ഉപ്പുനീര്. കൊണ്ടുപോയി സാമ്പാറിലിട്ട് ഇളക്ക് പോ. ഞാനും കൂടെ പാ. എന്തിന്? ഉപ്പ് നോക്കണ്ടേ? നീ ഉപ്പ് നോക്കി അവസാനം അവള് നിന്നോട് പുളി ചോദിക്കാതിരുന്നാ മതി. നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ ഗവേഷണ ജീവിതത്തിലെ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അല്ലാതെ ശൃംഖരിക്കാനല്ല കേട്ടോടാ. സാർ വലിയ പ്രൊഫസറൊക്കെ കാര്യം ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതുവരെ സാർ മരുന്നിന് വേണ്ടിയെങ്കിലും ഒരു ഗ്രഹം കണ്ടുപിടിച്ചിട്ടുണ്ടോന്നോ? എടാ 20 വർഷം മുമ്പ് ഞാനൊരു ഗ്രഹം കണ്ടുപിടിച്ചില്ലയോ? ഇപ്പം 2 ഉപഗ്രഹങ്ങൾ. എന്നിട്ട് ആ ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ ഗ്രഹമാ അമ്പലത്തിൽ പോയേക്കുന്നത്. ഉപഗ്രഹങ്ങൾ 2ഉം കോളേജിലും സ്കൂളിലുമായിട്ട് പോയേക്കാം. സാർ ഇന്നലെ ഏതോ കണ്ടുപിടുത്തം നടത്തിയെന്ന് ഞാൻ കേട്ടു. അത് ശരിയാണോ? ആ, അത് ശരിയാടാ. ഞാനില്ലാത്തപ്പോ എന്റെ വീടിന്റെ മതിൽ ചാടുന്നവനെ ഞാൻ കണ്ടുപിടിച്ചു. പത്രക്കാരൻ സോമൻ. എന്നിട്ട് സാർ എന്ത് ചെയ്തു? ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ വീടിന്റെ മതിലങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇനി എങ്ങനെ അവൻ മതിൽ ചാടുമെന്നൊന്ന് കാണണം. സാറ് കഴിഞ്ഞ ദിവസം സ്പേസിൽ ഒരു ഗ്രഹം കണ്ടുപിടിച്ചില്ലേ? ഇപ്പോഴും ഉണ്ടോ ആഗ്രഹം? ആഗ്രഹം ഉണ്ടോന്നോ? എന്റെ പൊന്ന് സുനന്ദേ, ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുവാന്നറിയാവോ? നീ തൊട്ടല്ലോ പ്രേമ പൂവിൻ സിന്ദൂരം. അപ്പോ സുനന്ദയ്ക്കൊരാഗ്രഹമൊക്കെ ഉണ്ട്. സാറേ എന്ത് പറ്റി? അതെ, ഒരാഗ്രഹം പിഴച്ചതാണ്. അല്ല, ഒരു ഗ്രഹപ്പഴ പറ്റിയെന്ന്. എന്റെ പൊന്ന് സാറേ, സാർ ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി ഈ പേടകത്തെ കയറി ബഹിരാകാശത്തോട്ട് പോകാനിരിക്കുവല്ലോ ഇന്നെങ്കിലും സാറിന് ഈ പഴഞ്ച ഷൂ ഒന്ന് മാറ്റിക്കൂടെ? ഞാനൊരു സാധനം വാങ്ങിയാൽ അത് അവസാനം വരെ ഉപയോഗിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്നിട്ട് ഈ ഷൂവിന്റെ അവസാനമായല്ലോ. അയ്യോ, ഷൂവിന്റെ അല്ലടാ, എന്റെ അവസാനം വരെ. ഞാൻ കണ്ടുപിടിച്ചു. എന്താ സാറേ കണ്ടുപിടിച്ചത്? എന്ത് കണ്ടുപിടിച്ചേ? ഭൂമി ലക്ഷ്യമാക്കിയതേടാ ഒരു അന്യഗ്രഹ ജീവി വരുന്നേ. അയ്യോ, ഇത് അന്യഗ്രഹ ജീവി അല്ല, പിന്നെ സാറിന്റെ ഭാര്യയാ. രണ്ടും ഒന്ന് തന്നെയാടാ. അയ്യോ. പഞ്ചായത്തിലെ
ചിഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തി അറിവളോ പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് വീതിച്ച പെണ്ണിവളോ അന്നേ അതിന്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്ത പേരും കൂമ്പും എന്ന് മുരുട്ടിക്കുഴച്ച് കഴിച്ചു കൊടുത്ത പെണ്ണിവളോ 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 പെണ്ണിവളോ. മനുഷ്യ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വീട് ഒരു പരീക്ഷണശാല ആകരുതെന്ന്. ഒരു പ്രൊഫസർക്ക് എന്നാടി നിങ്ങൾ ഇതുവരെ ചെയ്ത ഏതെങ്കിലും പരീക്ഷണം വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എടി ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ആരാണാ നിന്റെ വിചാരം? നീല സ്ട്രോങ്. അങ്ങനെ അവിടെ കൊടിയും കുത്തി. ആര് പറഞ്ഞു? പുള്ളിക്കാരനെക്കാട്ടിലും മുമ്പേ ഞാനാ ചന്ദ്രനിൽ പോയത്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ ചെന്നപ്പോ ചന്ദ്രൻ വട്ടത്തിലല്ലായിരുന്നു, ചന്ദ്രക്കലയായിട്ടായിരുന്നു. എനിക്ക് കാലുകുത്തി അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ കൊടി കുത്താതെ ഞാൻ തിരിച്ചിങ്ങി പോകുന്നത്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് നമ്മുടെ മോക്കെ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാ നിങ്ങൾക്ക്? എന്റെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട്. ഓ കോംപ്ലാൻ ആയിരിക്കും. കണ്ട അണ്ടനും അടകൊടനൊന്നും ഞാൻ എന്റെ മോളെ കൊടുക്കൂല. ഒറ്റ മോള. നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയാ മതി, ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അത് ശരിയാ. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ ശ്രദ്ധ മുഴുവൻ നീ കൊണ്ടുവന്ന തൊളവടയിലും അച്ചപ്പത്തിലും ആയിരുന്നു. അതുകൊണ്ടാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. സാറേ മേഡം ഈ വീട്ടിൽ നിലവിളക്ക് പോലെ കത്തി നിൽക്കുന്നത് കൊണ്ടാ സാറിന് ഈ ഐശ്വര്യം അറിയാവൂ. കത്തി കത്തി ഇപ്പോ കരിന്തിരി എരിയുവാ. അതെ, ഈ പേടകത്തിൽ കയറി നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോണത്? ഞാൻ ഇതേ കയറി നേരെ ചൊവ്വയിലോട്ടാ പോകുന്നത്. നേരെ ചൊവ്വേ പോയാ മതിയായിരുന്നു. പിന്നെ ഈ പേടകത്തിൽ കയറ്റിവിടെ നിങ്ങൾ കൊണ്ടുവന്ന അൽശേഷം നായണ്ടല്ല, ഞാൻ പറഞ്ഞിട്ട് ഒരു ഭാഗം അനുസരിക്കില്ല കേട്ടാ. അവനെ ഞാൻ കൊണ്ടുവന്നതല്ലോടി. അവൻ അങ്ങനെ ഒന്നും അനുസരിക്കത്തില്ല. കല്യാണം കഴിഞ്ഞ് നിങ്ങളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ വരച്ചവരെ നിർത്തിയില്ലേ. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു പട്ടി. സാറേ എനിക്കൊരു കാര്യം